ആർജവത്തോടെ അക്കാര്യത്തിൽ എന്താണ് വിജിലൻസിന് നൽകിയ സ്വാതന്ത്ര്യം എന്നുള്ളത് ഇപ്പം നമ്മൾ കണ്ടു. ദേവസ്വം ബോർഡ് പ്രതിയായതോടുകൂടി കേരള സർക്കാർ അക്കാര്യത്തിൽ കൊടുക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ അളവ് എത്രയാണ്? ഒരു യാതൊരു പരിധിയുമില്ലാതെ എവിടേക്കും അന്വേഷണം നടത്തുക. ഒരാളെയും നിങ്ങൾ സ്പെയർ ചെയ്യേണ്ടതില്ല. ഇത് ശബരിമലയുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ പൊതു താല്പര്യമാണ്. അത് കേരള സർക്കാർ ഉയർത്തിപ്പിടിക്കുന്നു എന്നിപ്പോൾ വ്യക്തമായിട്ടുണ്ട്. അത് വഴിയേ അറിഞ്ഞോളൂ. ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. അതോടൊപ്പം ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചുകൊള്ളട്ടെ. ഈ അന്വേഷണത്തിൽ സംസ്ഥാന സർക്കാരിന് റോളൊന്നുമില്ല. നേരിട്ട് ഹൈക്കോടതി ഏൽപ്പിച്ചിരിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് അന്വേഷിക്കുന്നത്. അതല്ല ഉദ്ദേശം. ഹൈക്കോടതി പറഞ്ഞു വെക്കുന്ന എന്താണ്? നിങ്ങൾ ഇത് ദേവസ്വം ബോർഡിലെയോ മറ്റുള്ള ഏതെങ്കിലും വൃത്തങ്ങളുമായിട്ടോ ചർച്ച ചെയ്യേണ്ടതില്ല, സംസാരിക്കേണ്ടതില്ല. ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ചിന് മുമ്പാകെയാണ്. ഇത് പറഞ്ഞിരിക്കുന്ന ഹൈക്കോടതിയാണ്. ഇവിടെ എവിടെയാണ് നിങ്ങൾക്ക് അവകാശമുള്ളത് ശ്രീ അനിൽകുമാർ? അതുകൊണ്ട് വെറുതെ വന്നിരുന്ന് മേനി നടിക്കരുത്. ഒരുപക്ഷെ നിങ്ങൾക്ക് പറയാം അന്ന് ദേവസ്വം ബോർഡ് ചെയ്ത, ചിലപ്പോൾ പറയാതെ പ്രശാന്തൊക്കെ പറയുന്നുണ്ട്, ദേവസ്വം ബോർഡ് ചെയ്ത തെറ്റുകൾ ഒരുപക്ഷെ ദേവസ്വം മന്ത്രി, അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി അറിഞ്ഞിട്ടില്ലെന്ന് നിങ്ങൾക്ക് പറയാം. കാരണം പ്രിയപ്പെട്ട കടകംപള്ളി അന്ന് ഈ പറഞ്ഞ പോലെ ചില പെൺകുട്ടികളെയൊക്കെ റെയിൻകോട്ട് ധരിക്കാൻ ഉദ്ദേശിക്കുന്ന തിരക്കിലായിരുന്നു. ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഈ അയ്യപ്പ സംഘത്തിന് മുമ്പ് ഈ കള്ള മുതൽ പങ്കുവെക്കുന്നതിൽ പോറ്റി ഇങ്ങനെ ഒറ്റുകാരന്റെ റോഡിലേക്ക് മാറിയില്ല എന്നുണ്ടെങ്കിൽ ഈ അയ്യപ്പ സംഗമത്തിന്റെ മെയിൻ പാർട്ണർ പോറ്റിയായനെ. മന്ത്രി വാസവൻ അഭിമാനത്തോടെ പോറ്റിയെ ഇൻട്രോഡ്യൂസ് ചെയ്തതിനെ ഞങ്ങളുടെ പാർട്ണറാണ്, ഈ പറഞ്ഞ ദേവസ്വം കലാപരിപാടികളിൽ സ്പോൺസർഷിപ്പിൽ ഞങ്ങളുടെ പാർട്ണറാണ് പോറ്റി എന്ന് മന്ത്രി വാസവൻ തന്നെ പറഞ്ഞേനെ. പക്ഷെ അത് പറയുന്നതിന് മുമ്പ് ഈ കളവ് മുതൽ പങ്കുവെക്കുന്നതിൽ ഈ കൊള്ളക്കാർ തമ്മിൽ എന്തോ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അതുകൊണ്ട് RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കുക അല്ലാതെ എന്ത് ചെയ്യാം.